പേര് ശാന്തമ്മ. പുള്ളിയുടെ പിന്നെ കുട്ടപ്പനെന്ന. ഞങ്ങളുടെ വാർഡ് 8-ാം വാർഡാണ്. തലവെടിയിൽ മാണത്തറ അമ്പലത്തിൻ്റെ കിഴക്ക് വശം ശിവകാമിയമ്മൻ കോവിലിൻ്റെ അവിടെ. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇത് പഠിച്ചത് തന്നെ. എന്നിട്ട് തന്നെ ഇപ്പം വലിയ പ്രയാസത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ആരും ഒരു അനുകൂലങ്ങളൊന്നും തന്നിട്ടില്ല. തരാതെ ഇങ്ങനെ കഴിഞ്ഞുകൂടി ഞങ്ങൾ കഴിഞ്ഞു. 4 പെൺപിള്ളേരെ കല്യാണം കഴിച്ച് വിട്ടു. അവരെല്ലാം ജോലിക്കും പോകും, ഞങ്ങളും പോകാൻ കണ്ടത്തിപ്പണിക്കും എല്ലാ പണിക്കും പോയാൽ പിള്ളേരെ കല്യാണം കഴിച്ച് വിട്ടു. പിന്നെ അച്ഛനും അമ്മയും തന്ന സ്ഥലമായത് അത് ഞങ്ങൾ ഇത്രയാക്കി എടുത്തു. ഈ മണ്ണിൻ്റെ പണി കൊണ്ടൊക്കെ തന്നെയല്ല, വേറെ ഒത്തിരി പണിയൊന്നും ഞങ്ങൾക്ക് ഇല്ല. ഇത് നേരത്തെയൊക്കെ ഒരുപാട് ഇതുണ്ടായിരുന്നു. ഇപ്പോഴാണ് പിന്നെ ഒന്ന് പച്ച പിടിച്ച് വരുന്നത്. അപ്പം ഞങ്ങൾക്ക് വയ്യാതായപ്പോൾ നിർത്തി. 10,000-10,000 രൂപ വേണം മനെ ഈ മണ്ണ് ഇറക്കണമെങ്കിൽ തന്നെ. അത് ഇറക്കി ഇങ്ങോട്ട് കണ്ടത്തിൽ നിന്ന് എടുത്ത് കരയിലോട്ട് ഇടുന്നതിന് 2,000. പിന്നെ അത് വലിയ പെട്ടി വണ്ടിക്ക് കൊണ്ടുപോകണമെങ്കിലും അവർക്ക് അതുപോലെ കാശ് കൊടുക്കണം. ഇവിടെ കൊണ്ട് ഇറക്കണേ 1,200 രൂപ ഒരാൾക്ക്. അപ്പം അതുകൊണ്ടൊക്കെ ഇതൊക്കെ നിർത്തിക്കൊണ്ടായിരുന്നത്. പിന്നെ ഇപ്പോഴും വീണ്ടും ഒരു കവർ പാല് മേടിക്കണ്ടേ, അതിനു വേണ്ടി തുടങ്ങി. ഇങ്ങനെ ഇത്രയും നാളുകളായി. ഞങ്ങൾക്ക് 2 പേരും അസുഖക്കാരാണ്. പുള്ളിക്ക് അറ്റാക്ക് വന്നാൽ എനിക്കും അതാ. ഞങ്ങൾ കോട്ടയത്തും കാരുണ്യം മരുന്ന് മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. പിള്ളേർ വാങ്ങിച്ചുകൊണ്ട് തരും തീരുമ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക. ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല, പുറത്തെങ്ങും പോയി ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെയൊക്കെ ഇപ്പം ഈ പണിയുണ്ടല്ലോ, അതിനൊക്കെ വല്ലപ്പോഴുമൊക്കെ ഞാൻ പോകും. അതേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്. ഈ മണ്ണിൻ്റെ പണിയൊന്നും ചെയ്യില്ല. പുള്ളിക്ക് കുഴയ്ക്കാൻ വയ്യ, അതാ. ചവിട്ടണം, നല്ല ആരോഗ്യമുള്ള പിള്ളേർ വേണം. ഈ ചെളിയൊക്കെ ചവിട്ടി കുഴച്ചെടുത്ത് അതുകൊണ്ട് തൊണ്ടും കച്ചിയൊക്കെ അന്വേഷിച്ചുകൊണ്ട് വരണം. പിന്നെ ചേറ് ആറ്റിപ്പോയി ചേറ് മുങ്ങിക്കൊണ്ടൊന്ന് ഈ കച്ചിയൊക്കെ തൂത്തും മെഴുകിയിട്ട് വേണം തീയൊക്കെ കൊളുത്താൻ. അല്ലെങ്കിൽ ഇതിന് ചട്ടിയും കലമൊന്നും കിട്ടത്തില്ല. ഒരുപാട് പണികളുണ്ട് ഇതിനൊക്കെ. ഇപ്പം ഇന്ന് ഉണ്ടാക്കി വെച്ചാൽ നമുക്കൊന്ന് ഒരാഴ്ച കഴിയാതെ ശരിയാക്കാൻ തൊടാനൊക്കെ അതില്ല. അത് പുള്ളി ഞാൻ പോലും എടുക്കത്തില്ല, പുള്ളി തന്നെ പൊക്കി മഴ വരുമ്പോൾ എടുത്ത് വെച്ചെങ്കിലേ ഉള്ളൂ. അങ്ങനെ കഴിഞ്ഞു കൂടിയൊക്കെ പോകുന്നു. ഇവിടെ ഓരോരുത്തരും ഒരു അനുകൂലങ്ങളും തരുന്നില്ല. എല്ലാവരും വന്ന് നോക്കി വന്ന് കഴിഞ്ഞതൊക്കെ എല്ലാം ഇട്ടുണ്ട്. ഒരു അനുകൂലങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എന്തൊക്കെ പറയാനാ. പിന്നെ എൻ്റെ കൊച്ചുങ്ങളെയൊക്കെ 10ാം ക്ലാസ് വരെയും പഠിപ്പിച്ചു. അവരെയൊക്കെ കല്യാണം കഴിച്ച് കിട്ടും. ഈ മണ്ണിൻ്റെ പണി കൊണ്ടായിരുന്നു. പിന്നെ അന്നത്തെ കാലമായണ്ടേ ഇപ്പം നടക്കുമോ? എല്ലാവർക്കും 2-3 പവനൊക്കെ കൊടുത്ത് വിട്ടുള്ളൂ. ഇപ്പം അങ്ങനെ. പിന്നെ ഈ പുള്ളിയുടെ വീട്ടുകാരായി കിടക്കുന്നല്ലേ. എൻ്റെ വീട്ടിലാരും ഇല്ല. ചേട്ടൻ്റെ മക്കളാണ്. എല്ലാവരും അത്യാവശ്യം വന്നാൽ അവരെ ഒന്ന് പുള്ളിയെ കൊണ്ടുപോകാനോ എടുക്കാനൊക്കെ അവരേ ഉള്ളൂ. ഇത് തിരുവട്ടം എന്നാ മനെ പറയുന്നത്. ഇത് കരിങ്കല്ല കേട്ടോ, ഇതും കല്ല. ഇത് ചകിരിയും മണ്ണും ചേറും മണ്ണും കൂടെ കുഴച്ചിട്ട്. സിമെന്റ് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സിമെന്റൊക്കെ നമ്മുടെ കൈ പെട്ടത്തില്ലേ. ഇത് മണ്ണ് കൊണ്ട് ചകിരിയും കൂടെ ചവിട്ടി കുഴച്ചിട്ട് ഉണ്ടാക്കി വെയിലത്ത് വെച്ച് ഉണങ്ങണം. ഉണങ്ങിയെങ്കിലേ ഇടാൻ പറ്റത്തുള്ളൂ, അല്ലേ ഇടാനൊക്കത്തില്ല. ഇതിൻ്റെ ഒരു പരിവുണ്ട്. അല്ല നമുക്ക് കൈ പിടിക്കാനില്ല, പൊട്ടിപ്പോവും കൈ. ഇത് അങ്ങ് പൊട്ടിപ്പോവും കുറച്ചാകുമ്പോൾ വെള്ളം പിടിച്ച് കഴിയുമ്പോൾ. പോയി കഴിയുമ്പോൾ ഇത് മാറ്റും. അപ്പം വേറെ ഞങ്ങൾ നേരത്തെ ഇടുവന്നു. ചകിരി മണ്ണും കൂടെ കുഴച്ച് തറയിലിട്ടേക്കും. അത് ഉണങ്ങുമ്പോൾ നമ്മൾ കക്കൂസിന് ഇങ്ങനെ ഇടത്തില്ല എന്നതുപോലെ ഇട്ടേക്കും. ഇടുമ്പോൾ ഉണങ്ങുമ്പോൾ എടുത്ത് ഇത് മാറ്റിയിട്ട് വയ്ക്കും. അല്ലാതെ ചുമ്മാതൊന്നും ഇത് വെക്കാനൊക്കത്തില്ല. ഒരാഴ്ച 2 ആഴ്ച വേനൊക്കെ ഇതുണ്ടാക്കി വെക്കാൻ ഇടാനൊക്കത്തുള്ളൂ. നിലത്ത് സൊസൈറ്റി ഉണ്ടായിരുന്നു. ഇവിടെ 40 അംഗങ്ങളുണ്ടായിരുന്നു ജോലിയെടുക്കാൻ. വലിയ കെട്ടിടങ്ങളൊക്കെ ആയിരുന്നു. അന്നൊക്കെ ഞങ്ങളിവിടെ ചട്ടിങ്കലം ഉണ്ടാക്കിയായി. കാർത്തേപ്പള്ളി, കരുനാപ്പള്ളി, അരിപ്പാട്, ചേപ്പാട് എല്ലാം ഇത് എൻ്റെ അനിയൻ കൊണ്ടുപോകുമായിരുന്നു. വെള്ളത്തെ കൊണ്ട് വിറ്റ് കാശും കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് ചേറും ഒക്കെ ഇളകി. അവനാകുമ്പോഴത്തേക്ക് തൊണ്ടും കച്ചിയും എല്ലാം ഇവിടെ വണ്ടിക്ക് കൊണ്ടിറക്കും. ഞങ്ങൾക്ക് കഷ്ടപ്പാടില്ലായിരുന്നു. ഈ 10-40 പേർക്ക് വലിയ കെട്ടിടമൊക്കെ വേണ്ടി 2 വരുന്നു. അതുകൊണ്ട് അമ്പലം ഇരിക്കുന്നിടം ഇവിടെ 2 കെട്ടിടം ഉണ്ടായിരുന്നു. ആ കെട്ടിടത്തിൽ കൂടെ 10-40 അംഗങ്ങൾ അന്നത്തെ കാലത്ത് ജീവിച്ചുകൊണ്ട്. ഇപ്പം പരമാനന്ദ സുഖം എല്ലാവർക്കും തികയത്തില്ല. ഇത് ഈ ചട്ടി ഉണ്ടാക്കിയ വല്ലതും ആവുമോ? അവർക്ക് 1000 രൂപ വീതം ശമ്പളം കിട്ടും. പെയിൻ്റ് അടിക്കാനും കണ്ടത്തിപ്പണിക്ക് അവിടെ ഇവിടെയൊക്കെ പണിക്ക് പോയി അവരെ. ഞങ്ങളുടെ പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കുത്തിയിരിക്കും. അതുകൊണ്ട് വല്ലപ്പോഴും ഞങ്ങൾ ഇച്ചിരി ചേറ് ഇറക്കിയിട്ട് വല്ലതൊന്നും ഉണ്ടാക്കി വയ്ക്കും. ഞാൻ അവിടെ പോയെങ്കിലേ ഉണ്ടാക്കത്തുള്ളൂ. എന്നാന്ന് വെച്ചാൽ തിരുവ കറക്കണ്ടേ. ഇത്രയൊക്കെ ആകുമ്പോൾ ഈ മോട്ടർ വഴിയാണ് അരയ്ക്കുന്നതൊക്കെ. ഇപ്പം അവിടെയെല്ലാം നിന്നു. ഇപ്പം 11 ഞങ്ങളുടെ കൂട്ടിനുണ്ടായിരുന്നു. 11 കരയിലായിരുന്നു വേളാമാര്. അതെല്ലാം നിന്നു. ഇപ്പം എങ്ങുമില്ല. ഈ പുള്ളിയുടെ കാലം കഴിയുന്നുമ്പേ അതുവരെ ഇവിടെയുള്ളൂ. പിന്നെ തലവടിയിലും പണിയില്ല.
ഞങ്ങൾ താമസിച്ച സ്ഥലം ഇതാ. എൻ്റെ അപ്പനൊക്കെ താമസിച്ച അമ്മയൊക്കെ ഇവിടെ താമസിച്ചു. ആ സ്ഥലം തന്നെയാണ് ഇത് എനിക്ക് തന്ന. ഞങ്ങൾക്ക് ഈ പണികളിലുണ്ടേ. ഇവിടെ ഇപ്പം അവിടെ എല്ലാം കെട്ടിടമായി മോനെ. ഇപ്പം എല്ലാം ചെറ്റ വീടായിരുന്നു ഇതിന് മുമ്പേ. എല്ലായിടത്തും വലിയ വലിയ കെട്ടിടങ്ങളായില്ലേ. ഇതിന് മുമ്പേ ഇവിടെ ഒന്നും വീട് പോലും ഇല്ലായിരുന്നു, ചെറ്റ വീടായിരുന്നല്ല. എൻ്റെ അച്ഛനുമൊക്കെ അമ്മയ്ക്കുമൊക്കെ ഇതായിരുന്നു ജോലി. ഞങ്ങളുടെ ചേച്ചിമാർക്കൊക്കെ ഞങ്ങൾ 5 പെൺപിള്ളേർ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതായിരുന്നു ജോലി. എല്ലാവരെയും കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞപ്പം ഞങ്ങളായി ഇവിടെ കുടുംബത്തെ താമസം. എല്ലാവരും അങ്ങ് ഇങ്ങോട്ട് പോയില്ലേ. അയ്യോ പണ്ടൊക്കെ നിങ്ങൾ വന്നാൽ കാണും, ഈ കലം ചട്ടിയൊക്കെ തല്ലി എല്ലാം ചെളി പിടിച്ചിരിക്കും. ഇപ്പം പിന്നെ അങ്ങനെയൊന്നും ആരും ചെളിക്കകത്തൊന്നും കിടക്കണം. വേണ്ടി ഞങ്ങളെയൊക്കെ പള്ളു കുത്തി അച്ചു കുത്തിയിട്ട് ഈ മണ്ണ ഞങ്ങൾ കുത്തി വെക്കുന്നു, കയ്യെ പറ്റിച്ച് വെക്കും. ഇപ്പം അത് വെക്കാൻ വേഷമായി, ഇത് വേഷമാണ് കണ്ടെത്തി മരുന്നടിക്കും. മണ്ണ് എടുത്തുകൊണ്ട് ഉണ്ടയാക്കിക്കൊണ്ടിടും. ഇട്ട് കഴിഞ്ഞിട്ട് അത് വെയിലത്തിട്ട് ഒന്ന് കാഴ്ചിട്ട് ഈ മണ്ണും മണലും എല്ലാം കൂടെ കുഴച്ച് ചവിട്ടണം. ചവിട്ടി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ശരിയായിട്ട് വന്നിട്ട് ചട്ടി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പൊട്ടി മുമ്പേ പോയാൽ പൊട്ടി അങ്ങ് പോകും. യോജിച്ചില്ലെങ്കിൽ പൊട്ടിപ്പോവും. തീ കത്തിക്കുമ്പോഴും പൊട്ടിത്തെറിക്കും. അത് യോജിക്കണം. ചവിട്ടി 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 നല്ല മയമായെങ്കിൽ ചട്ടി ഉണ്ടാക്കി കയറി വരത്തുള്ളൂ, അല്ലേ കൊള്ളത്തിൽ. ഇത് കണ്ടില്ലേ ചുട്ടത്, ഇതിപ്പം നല്ല ആയിട്ട് ആ ചുട്ടെടുത്ത് അല്ലേ കൊള്ളത്തില്ല. അങ്ങനെ കുറച്ചൊക്കെ ഞങ്ങളുടെയൊക്കെ നേരത്തെയൊക്കെ പോവും. ഞങ്ങൾ പോയി പറമ്പെല്ലാം കിളത്തും. പോയി കഴിഞ്ഞാൽ പിന്നെ എന്തോ ഓടല്ലേ, ഇഷ്ടപോലെ ഇതെല്ലാം ഭൂമിക്ക് അടിച്ച് തകർക്കും. ഇപ്പം പിന്നെ പോകത്തില്ല. 10-50 എണ്ണമെല്ലാം ഉണ്ടാക്കത്തുള്ളൂ. പണ്ടൊക്കെ നോക്കുന്ന ഞങ്ങളുടെ ആ സൊസൈറ്റി കെട്ടിടത്തിൽ ഒരു 5000-3000 തൊണ്ടിനൊക്കെ ആവും ഉള വെക്കുന്നത്. 2000 തൊണ്ട് അടിയിൽ നിരത്തും. അതിൻ്റെ മേളിൽ 1000-3000 തൊണ്ടിന് എൻ്റെ പുള്ളിയുടെ ചേട്ടനൊക്കെ ഉള്ളപ്പോൾ ഉണ്ടാക്കുന്നത്. ചക്കളത്തമ്പലത്തിലും എല്ലാ അമ്പലങ്ങളിലും ഒക്കെ ഇതായിരുന്നു. ഇപ്പം ആരും കൊടുക്കാനില്ലാത്തപ്പോൾ അവർ ഈ സ്റ്റീൽ കൊണ്ടുള്ള മൊന്ത മേടിച്ചേക്കുന്നത്. മൺപാത്രത്തിൽ വേണം കലശങ്ങളൊക്കെ ചെയ്യാൻ. ചക്കളത്തിൽ ഇപ്പോഴും എടുക്കുന്നുണ്ട് 10,000-2000 ഒക്കെ. അവർ ചങ്ങനാശ്ശേരി കൊടുക്കും, അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് കൊടുക്കും. അടുത്തൊരു അമ്പലമല്ലേ, പൊങ്കാലയൊക്കെ ആകുമ്പോഴത്തേക്ക് പോകും. ഇപ്പം ഞങ്ങളുടെയൊക്കെ കാലം കഴിയുമ്പോൾ എങ്ങും ഇതൊന്നും ഇല്ല. ഇവിടെ ഇല്ല മോനെ, നിന്നു. ഈ പുള്ളിയുടെ കാലം കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. 50 വീട്ടുകാരുണ്ടായിരുന്നേ. എല്ലാവരും ഇപ്പം എല്ലാം ദിവസവും കൂലിപ്പണിക്ക് പോവുക. 1000 രൂപ കിട്ടും. ഇത് വലിയ കഷ്ടപ്പെട്ട പണിയാ മോനെ, കഷ്ടപ്പാടേ ഉള്ളു ഇതിന്. ഇതിപ്പോൾ ഉണ്ടാക്കി വെച്ച ഉടനെ ആകത്തില്ലല്ലോ. ഇത് ഉണങ്ങി എടുത്ത് ചുട്ട് ചുട്ടി മറ്റേ മണി 5 ആകുമ്പോൾ കാശ് കിട്ടത്തില്ലേ, ആ പണിക്ക് എല്ലാവരും അങ്ങ് പോവും. ഞങ്ങളുടെ പിള്ളേർ പോലും ഒന്നും ചെയ്യത്തില്ല, അവർക്ക് അറിയത്തുമില്ല. ഇതൊരു വീട് കഴിയാനൊന്നും പറ്റുകയില്ല കുഞ്ഞെ, ഇതുകൊണ്ടൊന്നും. ഇതൊരു ഭംഗിക്കൊക്കെ കാണാം ഉള്ളതേ ഉള്ളൂ, കുടുംബമായിട്ടൊന്നും പറ്റത്തില്ല. പുള്ളിയുടെ ചേട്ടനാ പുള്ളിയെ പഠിപ്പിച്ച് ചട്ടിയെങ്കിലും ഉണ്ടാക്കുക. ഇതൊരു തൊഴിലല്ലേ. പണ്ട് കൊച്ചിലെ തന്നെ പുള്ളി പഠിച്ചായിരുന്നു. ഒരു 5 വയസ്സായപ്പോൾ പഠിച്ചു. 65 വർഷമായി പുള്ളി മണ്ണി ചോട്ടാൻ തുടങ്ങിയിട്ട്. ഒരു ആനുകൂല്യങ്ങൾ എങ്ങും കിട്ടിയിട്ടില്ല മോനെ. ഞങ്ങളുടെ വീട് ഞാൻ പോയതായിരുന്നു മോനെ. ലൈഫിൻ്റെ ഞങ്ങൾക്ക് 4 ലക്ഷം രൂപ കിട്ടി. അത് ഞങ്ങൾ ബാക്കി പിള്ളേരും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കിയ. ഞങ്ങൾ 11 കരയിലുണ്ടായിരുന്നു വേളാമാരെ. അവരെല്ലാം നിർത്തി. ഈ പുള്ളിയുടെ കാലം കഴിയുമ്പോൾ ഞങ്ങൾ നിർത്തും. ഇപ്പോൾ ഉള്ളവരൊക്കെ ചെളിക്കകത്ത് 5 മണിയാകുമ്പോൾ കുളിച്ച് റിസം മാറി. ഈ ചെളിയെന്ന് പിള്ളേർ പോലും പറയുന്ന ചെളിയാണെന്നാ പോലെ. ഇതൊരു തൊഴിലാണ്. ഇത് നിന്നു പോകാതെ അത് ഗവൺമെൻറ് ഞങ്ങൾക്ക് വല്ല ആനുകൂല്യങ്ങൾ തരണം.